ചേട്ടാ 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 ചേട്ടാ, നീ വാ, നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാം. നമ്മളിനി വീട്ടുകാർ തിരിച്ചറിയോ? ഈ നാട്ടുകാർക്ക് എന്ത് പറ്റി? നമ്മളെ ആരും തിരിച്ചറിയുന്നില്ലടാ. ചേട്ടാ എന്താ പറ്റിയേ? ചേട്ടാ എന്താ പറ്റിയേ? എന്താ ചേട്ടാ ചേട്ടാ എന്താ പറ്റിയേ? അച്ഛാ, എനിക്കൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ ഫോട്ടോയിൽ എന്താ മാലയിട്ടിരിക്കുന്നേ? ഞങ്ങളെന്താ മരിച്ചോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? ഇന്നലെ വൈകിട്ട് അവരെന്തിനാ ആ പാറമടയിലേക്ക് പോയെന്ന് എനിക്കറിയില്ല. എൻ്റെ മകനോ പോയി, കൂടെ അവൻ്റെ കൂട്ടുകാരനും. എൻ്റെ കൂട്ടുകാരുടെ മകൻ രഞ്ജു. അവൻ്റെ അച്ഛൻ വിദേശത്താണ്. ഇവിടെ എൻ്റെ മോനോടൊപ്പം അവൻ വളർന്നതും പഠിച്ചതും. അവരെവിടെ പോയാലും ഒരുമിച്ച. ഇപ്പം മരണത്തിലും അവരൊരുമിച്ചു. അവൻ്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയൂടാ? മരണത്തെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. ദൈവം ഓരോന്ന് തീരുമാനിക്കുന്നു. എവിടെയാ ആകാശ്? ചേട്ടൻ്റെ മരണം അവന് ഉൾക്കൊള്ളാനായിട്ടില്ല. ഇതറിഞ്ഞതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇവൻ്റെ അമ്മ നേരത്തെ തന്നെ പോയതുകൊണ്ട് ഒന്ന് കാണണ്ട. എന്ത് പറ്റിയതാ പിള്ളേർക്ക്? റീൽസ് ചെയ്ത് അപകടം പറ്റിയതാന്നാ കേട്ടെ. എൻ ശ്വാസക്കാറ്റിൽ അലിയും തെന്നലേ, ഇടനെഞ്ചിൽ നീയെന്നും കുറുകും പൂങ്കുയിലേ.
അറിയാതെന്നുള്ളിൽ മഴയായി പെയ്യവേ അറിയുന്നു ഞാനും നിൻ ഗന്ധം ഓമനേ. കിളിയേ കിളിയേ കിളിമകളെ നീ മെല്ലെ പാറിവാ, മലരേ മലരേ മധുമൊഴിയേ നീ മെല്ലെ പാറിവാ. എൻ ശ്വാസക്കാറ്റിൽ അലിയും തെന്നലേ, ഇടനെഞ്ചിൽ നീ എന്നും കുറുകും പൂങ്കുയിലേ. അറിയാതെന്നുള്ളിൽ നീ മഴയായി പെയ്യവേ അറിയുന്നു ഞാനും നിൻ ഗന്ധം ഓമനേ. കിളിയേ കിളിയേ കിളിമകളെ നീ മെല്ലെ പാറിവാ, മലരേ മലരേ മധുമൊഴിയേ നീ മെല്ലെ പാറിവാ. എടാ അനന്തു, നിന്റെ സ്വപ്നം വെറുതെ ആകുമോ? ഇല്ല മോനെ, അവളെ കൊണ്ട് ഞാൻ ഇഷ്ടമാന്ന് പറയിപ്പിക്കും. വാ, നീ കണ്ടോ, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. നിനക്കെന്താ ഭ്രാന്താണോ? തമാശയ്ക്ക് ഒരു ഫേക്ക് റീൽ, ഞാൻ വലിയൊരു പാറമടയിലേക്ക് വീഴുന്ന വീഡിയോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾ രേണുവിനെ കാണിക്കും. അവളില്ലാതെ ജീവിക്കാനാവില്ലെന്ന് ഞാൻ അവളെ ബോധ്യപ്പെടുത്തും. സംഗതി ക്ലീൻ. ഇതൊക്കെ നടക്കുവോ? അതിനാണ് നിന്റെ സഹായം എനിക്ക് വേണ്ടത്. വാ, എൻ്റെ വക ഓരോ ചായ ഫ്രീ. ചായക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. ആഗ്രഹം ചെയ്യണ്ട, നല്ല മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. നീ വാ. അങ്ങനെ ആയാൽ കൊള്ളാം. നീ നോക്കിക്കോ, ഈ ഒറ്റ വീഡിയോ കൊണ്ട് രേണുവിൻ്റെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും. വീഡിയോ ചെയ്യണത് സൂക്ഷിച്ച്, താഴെ പാറമേടയാണ്. പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് വിരലൊടിഞ്ഞത് നേരെ ആയിട്ടില്ല, അത് ഓർമ്മ വേണം. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ സൂക്ഷിച്ചാൽ മതി. മര്യാദയ്ക്ക് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യടാ. ഓക്കെ അല്ലേ? റെഡി റെഡി റെഡി. ആ പാറമട നമുക്കൊന്ന് കാണണ്ടേ? വേണം. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. നിങ്ങളാരാ? ഈ പാറമട നിങ്ങളുടെ ജീവിതം കവർന്നെടുക്കുമ്പോൾ അതിൻ്റെ അടുത്തിട്ട് ഞാനും ഉണ്ടായിരുന്നു, അനക്കമില്ലാതെ. ആത്മഹത്യയായിരുന്നു. ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു. ആത്മാവിന് ഒരിക്കലും മരിച്ചായി തോന്നുകയില്ല. കാരണം ആത്മാവിന് മരണമില്ലല്ലോ. നിങ്ങൾക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാനാവൂ. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് നമുക്ക് പോകാം നമ്മളെ കാത്തിരിക്കുന്ന പുതിയ ലോകത്തേക്ക്. എൻ്റെ അച്ഛൻ, എൻ്റെ അനിയൻ. ഇനി ഒരിക്കലും നിനക്കവരെ കാണാനാകില്ല. നീ സ്നേഹിച്ച പെണ്ണിനെ പോലും തിരിച്ചു പോകണം നമ്മുടെ ലോകത്തേക്ക്. പോകാതിരിക്കാനാവില്ല, കാരണം നമ്മളൊക്കെ ഭൂമിയിലെ അതിഥികളാണ്.